ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആൽ ഇംറാനിലും അതുപോലെ തന്നെ സൂറത്തുൽ മാഇദയിലും ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവ ആരാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമെന്നും, അത് സത്യപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു വെള്ള വസ്ത്രധാരിയായ ഒരു പുരോഹിതൻ, ഒരു ഫാസിഖ്, ഒരു തെമ്മാടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പുത്തൻ ആചാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സത്യവിശ്വാസികൾക്കെതിരെ പച്ചക്കള്ളം പറയുന്ന ചില രംഗങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഫാത്തിമോള് വരുമ്പോൾ അബുദാബിന്ന് എന്താ കൊണ്ടുവരുത്തെന്നൊക്കെ ചോദിച്ചതാ. ആ ഉപ്പാപ്പ ഇന്ന് മരിച്ചാണ്ടോ? ഫാത്തിക്കുട്ടി ഭയങ്കരമായിട്ട് കരച്ചിൽ, പെരും കരച്ചിൽ, പെരും കരച്ചിൽ, പെരും കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. ആ കരീന്നതിൻ്റെ അടുത്ത് ആ നിഷ്കളങ്കമായ മനസ്സോട് കൂടി ആ മോള് ഉപ്പാപ്പാക്ക് നീ സ്വർഗം, എന്ത് ഉപ്പാപ്പാക്ക് നീ സ്വർഗം, എന്ത് ഉപ്പാപ്പാക്ക് നീ സ്വർഗം, സ്വർണ്ണം നമുക്ക് നിർത്തുന്നുണ്ട്. അതിന് സംബന്ധം പറഞ്ഞാൽ ഈ 4ാം ക്ലാസ്സിലെ ഫാത്തിക്കുട്ടി ദ്വാരക്കാണ് ഉപ്പാപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ എന്ന ദ്വാരക്കാൻ പോകുന്നത്. പക്ഷെ സ്വർണ്ണം എത്തുമ്പോഴേക്ക് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരനായ ഉപ്പുണ്ടല്ലോ, ഈ കുട്ടീൻ്റെ തുടക്കം ഒരു നുള്ള കൊടുത്തിട്ട് മരിച്ചവർക്ക് ദ്വാരക്കാൻ പാടില്ലെന്ന് പറയില്ല. നിങ്ങൾ ആലോചിച്ച്, മരിച്ചൊരു മനുഷ്യന് ദ്വാരക്കാൻ പറ്റില്ല, അങ്ങനെ ഇസ്ലാമിലുണ്ടാവും. നിങ്ങൾ പറയും. പിന്നെ എന്തിനാ നമ്മൾ മയ്യത്ത് നിസ്കാരത്തിൽ അല്ലാഹു മഗ്ഫിർ ലഹു എന്നെന്തിനാ ദ്വാരക്കണത്? എന്തിനാ ദ്വാരക്കുന്നത്? കാര്യത്തിൽ എത്തപ്പോൾ കാര്യം എന്താ? അതിന്റെ കാര്യം മരിച്ചവർക്ക് ദ്വാരക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, കേട്ടല്ലോ, ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയാണ്. ഇല്ലാത്ത ഒരു കഥ കെട്ടിച്ചമച്ച് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഒരു കഥാരൂപത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. ഒരു കുട്ടി, അതിന്റെ ഉപ്പാപ്പ മരിച്ചു, ഇവര് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പോലുള്ള ആളുകളായിരുന്നു, അതുകൊണ്ട് കുട്ടി ഉപ്പാപ്പാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് പിച്ചിയിട്ട് വാപ്പ പ്രാർത്ഥിക്കാൻ പാടില്ല, മനുഷ്യന് അവന് പ്രവർത്തിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ പറയുന്ന വാദമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന രൂപത്തിൽ ഈ തെമ്മാടിയായിട്ടുള്ള ഈ മുസ്ലിയാർ പച്ചക്കളവ് പറഞ്ഞു ജനങ്ങളെ പറ്റിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമസ്ത എന്നുള്ള ആശയത്തിൽ ഞാനൊക്കെ ഇതുപോലുള്ള കള്ളങ്ങൾ കേട്ട് തെറ്റിദ്ധരിച്ച് അതിൽ നിലകൊണ്ട ആളുകളായിരുന്നു. പിന്നീട് ഇസ്ലാം, അള്ളാഹുവിന്റെ മതം, ജീവിത വ്യവസ്ഥയായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിർണയിച്ചു തന്ന അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കാൻ പാടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ആരാധിക്കണം, എന്താണ് ഇബാദത്ത് ആവാത്ത കാര്യങ്ങൾ എന്തൊക്കെ കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകനെ അയച്ചിട്ടുള്ളത്. ആ പ്രവാചകനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഷഹാദത്തിന്റെ സാക്ഷ്യ പൂർത്തീകരണം എന്നുള്ളത്. ഇത് കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയ ആളുകളെയാണ് മുസ്ലിം എന്ന് പറയുക. എന്നാൽ മുസ്ലിം നാമധാരിയായ പുരോഹിതന്മാരുണ്ടാക്കിയ മതത്തെ ഇസ്ലാമായി വിശ്വസിക്കുന്ന ഒരു പറ്റം ജനസമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി ഈ തലയെക്കെട്ടുധാരികളായിട്ടുള്ള പുരോഹിതന്മാർ ഇവിടെ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ്. മുജാഹിദുകൾക്ക് ഒരിക്കലും വാദമില്ല മരിച്ച ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. കാരണം അദ്ദേഹം തന്നെ അവസാനം അദ്ദേഹം പറയുന്നത് അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നില്ലേ, അത് പ്രാർത്ഥനല്ലേ എന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരണപ്പെടുകയും 40 ആളുകൾ ഷിർക്ക് ചെയ്യാത്ത ആളുകൾ അവന് വേണ്ടി നമസ്കരിക്കുകയും ചെയ്താൽ നമസ്കാരത്തിലൂടെയുള്ള പ്രാർത്ഥന, ആ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. തൗഹീദുള്ള ആളുകൾ നമസ്കരിച്ചാൽ അവർക്ക് ഉപകാരപ്പെടും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം അള്ളാഹുവിന് പുറമെ മരിച്ചുപോയ ആളുകളെ അവരുടെ ഖബർ കെട്ടിപ്പൊക്കി അവിടെ ഉറൂസ് ഉത്സവങ്ങൾ കഴിച്ച് അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് അവരെ പ്രീതിപ്പെടുത്തി അവരോട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞ് അവരിൽ വരമേൽപ്പിക്കുന്ന, ഉറുക്കിലും മേലസിലും വരമേൽപ്പിക്കുന്ന ബഹുദൈവ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളല്ല, സത്യവിശ്വാസികളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളുടെ സ്വതക്ക അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സമസ്തയിലെ ഈ അനുയായികളുടെ ദൗർഭാഗ്യം നോക്കൂ. ഈ ആളുകൾ സ്വന്തം മാതാവ് മരിച്ചാലോ, വീട്ടിലൊരു നല്ലൊരു ഫംഗ്ഷൻ ഉണ്ടായോ, വീട് കൂടുതൽ ചടങ്ങ് നടക്കുമ്പോഴോ, ഒരു കല്യാണം കഴിഞ്ഞാലോ സ്വന്തമായി പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം പോലും ലഭിക്കാത്ത പുരോഹിത വർഗ്ഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവർ. കാരണം എന്തുകൊണ്ട്? സമസ്തയിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു നല്ല പ്രോഗ്രാം, അള്ളാഹു ഏതെങ്കിലും ഒരു നിഅമത്ത് നൽകിയ ഈ ആളുകൾക്ക് ആമീൻ 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 എന്ന് പറയാനുള്ള അവസരം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥിക്കാനുള്ള അവസരം പോലും ഇല്ല. കാരണം എന്തുകൊണ്ട്? മുസ്ലിയാർ അത് കൈയടക്കിയിട്ടുണ്ട്. അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് ഒന്ന് സ്വന്തം അടിമ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് അർപ്പിക്കാൻ, റബ്ബിനോട് ആ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ ഈ ആളുകൾക്ക് ഭാഗ്യമില്ലാതെ പോയി. കാരണം പുരോഹിതന്മാർ ഇതിൽ നിന്ന് തടയിട്ടു. ഇവർക്ക് എന്താണ് പറ്റുക? ആമീൻ 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 എന്ന് പറയാൻ മാത്രമേ ഇവർക്ക് അർഹതയുള്ളൂ, അവകാശമുള്ളൂ. ആ അവകാശം മാത്രമാണ് ഇവർക്ക് പുരോഹിതന്മാർ വകവെച്ചു കൊടുത്തിട്ടുള്ളത്. സഹോദരന്മാരെ, ഇത്തരം ചൂഷണ വർഗ്ഗങ്ങളായ മുസ്ലിം ഉമ്മത്തിനെ നരകത്തിലേക്ക് കൊണ്ടുവന്ന പുരോഹിത വർഗത്തിന്റെ കെണിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക. പ്രിയമുള്ളവരെ, ഇവർ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ പറ്റിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞത് 100% കള്ളമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. എന്നാൽ ഇവരുടെ അണികൾ അവിടുന്ന് കൊഴിഞ്ഞു പോകുമോ എന്ന ഭയത്താൽ മറ്റുള്ളവർക്കെതിരെ, സത്യവിശ്വാസികൾക്കെതിരെ കുത്തുവാക്കുകളും ആരോപണങ്ങളും പച്ചക്കള്ളങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ മതം പിടിച്ചു നിർത്തുന്നത്.
നിങ്ങളൊന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തൊന്ന് ചിന്തിച്ചു നോക്കൂ, അതൊന്ന് മറിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വ്യക്തമായ മാർഗദർശനം നൽകുന്നുണ്ട്. ജീവിത വ്യവസ്ഥയാണ് മതം എന്നുള്ളത്. അത് കൃത്യമായി പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ഒന്നും ഇവിടെ ദീനല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് അമലുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഷഹാദത്തിന്റെ ഒരു നിബന്ധനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയിൽ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത്. മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. നാം ഓരോരുത്തരെയും റബ്ബ് സുബ്ഹാനഹു വ തആല സത്യത്തിലായി നിലകൊള്ളുവാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും അതിനായിക്കൊണ്ട് മരിക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.